ഒരു ദിവസം മകൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം എന്താ? ഒന്ന് ആലോചിച്ച ശേഷം അച്ഛൻ ഒരു കല്ലെടുത്ത് മകന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ജീവിതത്തിന്റെ മൂല്യം അറിയണമെങ്കിൽ ഈ കല്ലുമായി ചന്തയിലേക്ക് പോകുക. കല്ലിന്റെ വില എത്രയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒന്നും മിണ്ടരുത്, 2 വിരൽ ഉയർത്തി കാണിക്കുക. മകൻ കല്ലുമായി ചന്തയിലേക്ക് പോയി. ഒരു സ്ത്രീ അവന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താണ് ഈ കല്ലിന്റെ വില? അവനൊന്നും മിണ്ടിയില്ല, പകരം 2 വിരൽ ഉയർത്തി കാണിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, 20 രൂപയോ? ഞാൻ എടുത്തുകൊള്ളാം. അവൻ ഓടി അച്ഛന്റെ അടുത്തെത്തി. എന്നിട്ട് നടന്നതെല്ലാം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ ഈ കല്ലുമായി അടുത്തുള്ള മ്യൂസിയത്തിലേക്ക് പോവുക. അവിടെ ആരെങ്കിലും കല്ലിന്റെ വില ചോദിച്ചാൽ ഒന്നും മിണ്ടരുത്, 2 വിരൽ ഉയർത്തി കാണിക്കണം. അവൻ ഉടനെ തന്നെ മ്യൂസിയത്തിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ അവന്റെ അടുത്തെത്തി ചോദിച്ചു, സർ, എന്താണ് ഈ കല്ലിന്റെ വില? അവനൊന്നും മിണ്ടിയില്ല, പകരം മുൻപ് ചെയ്തതുപോലെ 2 വിരൽ ഉയർത്തി കാണിച്ചു. അയാൾ പറഞ്ഞു, 2000 രൂപയോ? എനിക്ക് തരൂ, ഞാൻ വാങ്ങിക്കൊള്ളാം. അവൻ അതിശയമായി. ഓടി അവൻ അച്ഛന്റെ അടുക്കലെത്തി. അച്ഛൻ പറഞ്ഞു, ഇനി നീ കല്ലുമായി വജ്രങ്ങൾ വിൽക്കുന്ന കടയിലേക്ക് പോകൂ. അവിടെയും ആരെങ്കിലും നിന്നോട് കല്ലിന്റെ വില ചോദിച്ചാൽ ഒന്നും മിണ്ടരുത്, 2 വിരൽ ഉയർത്തി കാണിക്കണം. അവൻ അതിയായ ആവേശത്തോടെ വജ്രക്കടയിലേക്ക് പോയി. അവിടെ ക്യാഷ് കൗണ്ടറിൽ പ്രായമുള്ള ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. കുട്ടിയുടെ കയ്യിലെ കല്ല് കണ്ടതും അയാൾ ചാടി എഴുന്നേറ്റു. അവന്റെ അടുത്തേക്ക് ഓടിയെത്തിയ ശേഷം പറഞ്ഞു, ഞാൻ ഇത്രയും നല്ല കല്ല് ഇതുവരെ കണ്ടിട്ടില്ല. നിനക്ക് ഈ കല്ല് എവിടുന്ന് കിട്ടി? ഈ കല്ലിന് എത്ര വില തരണം? നീ എനിക്ക് ഈ കല്ല് തരുമോ? അവൻ അച്ഛൻ പറഞ്ഞതുപോലെ ഒന്നും മിണ്ടാതെ 2 വിരലുകൾ ഉയർത്തി കാണിച്ചു. കടയുടമ ഒട്ടും ആലോചിക്കാതെ പറഞ്ഞു, 2 ലക്ഷം രൂപയോ? ഞാൻ വാങ്ങിക്കൊള്ളാം. അവനൊന്നും വിശ്വസിക്കാനായില്ല. ഓടി അച്ഛന്റെ അടുക്കലെത്തി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ എല്ലാം കേട്ട ശേഷം പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായോ എന്താണ് നമ്മളുടെ ജീവിതത്തിന്റെ മൂല്യമെന്ന്? എവിടെ ആയിരിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം. വജ്രത്തിനു പോലും അതിന്റെ മൂല്യം മനസ്സിലാക്കാൻ കഴിയുന്നവർക്കേ നിർണ്ണയിക്കാനാകൂ. അതുപോലെ തന്നെയാണ് നമ്മളും. നമ്മളുടെ കഴിവുകളും കുറവുകളും മനസ്സിലാക്കുന്നവർക്കൊപ്പം നിൽക്കുമ്പോഴാണ് നമുക്കും മൂല്യമുണ്ടാവുക.